പാലക്കാട് വാണിയംകുളത്ത് നിന്നും 6 ദിവസമായി കാണാതായ 3 അംഗ മലയാളി കുടുംബം വാഹനം ഉപേക്ഷിക്കുന്നതിന് മുൻപുള്ള CCTV ദൃശ്യങ്ങൾ പുറത്ത്. കർണാടകയിലേക്ക് പോയ വാഹനം തിരികെ കേരളത്തിലേക്ക് എത്തിയതായ അന്വേഷണത്തിൽ വ്യക്തമായി. കർണാടകയിലേക്ക് പോകുമ്പോൾ വാഹനത്തിൽ 3 പേർ ഉണ്ടായിരുന്നുവെങ്കിലും വാഹനം ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനുശേഷം അരുൺ ആലത്തൂരുണ്ട്, വിവരങ്ങൾ പങ്കുവയ്ക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ എന്തൊക്കെ ദുരൂഹതയുണ്ട്? അതായത് ഈ 3 അംഗ കുടുംബത്തെ കാണാതാകുന്നു. പിന്നീട് ആ വാഹനം നമ്മൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ 3 പേരുണ്ടായിരുന്ന വാഹനത്തിൽ പിന്നീട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം? മറ്റു 2 പേർക്ക് എന്താകും സംഭവിച്ചിട്ടുണ്ടാകുക? ആ വാഹനത്തിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അരുൺ. അശ്വതി, ഈ ഒരു പാലക്കാട് വാണിയംകുളത്തെ 3 അംഗ കുടുംബത്തെ കാണാതായ ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹത തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇതുവരെയും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിൽ നിർണായകമായ ചില CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ വാഹനം ഈ കുടുംബം അവരുടെ ഒരു വാഹനത്തിലാണ്, അതായത് പിക്കപ്പ് വാഹനത്തിലാണ് വീട്ടിൽ നിന്ന് പോയത്. അതിനുശേഷം ആ വാഹനം കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ വഴിക്കടവ് ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ വാഹനം ഇപ്പോൾ കർണാടകയിലേക്ക് കടക്കുന്നതും അതിനുശേഷം തിരിച്ച് ഈ വഴിക്കടവ് ഭാഗത്തേക്ക് വരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ കർണാടക ഭാഗത്തേക്ക് ഈ വാഹനം കടക്കുന്ന സമയത്ത് അതിൽ 3 പേർ, അതായത് ഈ കാണാതായിട്ടുള്ള കുടുംബത്തിലെ 3 പേർ, ബാബു ഭാസ്കരൻ, രമാദേവി, വിഷ്ണു എന്നിങ്ങനെ 3 പേരെയും വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണു ആണ് വാഹനം ഓടിച്ചത്. അച്ഛനും അമ്മയും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം തിരിച്ച് വാഹനം വരുന്ന സമയത്ത് വിഷ്ണു മാത്രമാണ് വാഹനത്തിലുള്ളത്. വിഷ്ണു ഈ വാഹനത്തിനെ കൃത്യമായിട്ട് ഈ വഴിക്കടവ് ചുരം ഭാഗത്ത് ഉപേക്ഷിച്ച് പിന്നീട് അവിടെ നിന്നും മറ്റെങ്ങോട്ടോ പോവുകയായിരുന്നു. ഇന്നലെ ഈ ഭാഗം കേന്ദ്രീകരിച്ച്, ഈ വഴിക്കടവ് പ്രദേശമൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. വഴിക്കടവ് പോലീസിന്റെയും ഷൊർണൂർ പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു അവിടെ തെരച്ചിൽ നടത്തിയത്. പക്ഷേ എങ്കിലും ഈ കുടുംബാംഗങ്ങളെ കണ്ടെത്തുകയോ മറ്റോ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഇന്നലെ ഈ CCTV ദൃശ്യങ്ങൾ ആ ഭാഗത്തേക്കുള്ളത് ശേഖരിച്ചത്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോഴാണ് അതിൽ നിർണായകമായിട്ടുള്ള ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. കർണാടകയിലേക്ക് കടക്കുമ്പോൾ 3 പേരും വാഹനത്തിലുണ്ടായിരുന്നു. വാഹനം തിരിച്ചുകൊണ്ട് ഉപേക്ഷിക്കുമ്പോൾ അതിലൊരാൾ മാത്രമേ, അതായത് ഈ മകനായിട്ടുള്ള വിഷ്ണു മാത്രമേ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഈ വിഷ്ണു ഈ അച്ഛനും അമ്മയുമായിട്ട് കർണാടകയിലേക്ക് കടന്ന് അവരെ എവിടെയാണ് വിട്ടത്? അതിനുശേഷം തിരിച്ചു വന്ന് വാഹനം ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്താണ്? അവിടെ നിന്നും വാഹനം ഉപേക്ഷിച്ച് വിഷ്ണു എങ്ങോട്ടാണ് പോയത്? തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ദുരൂഹത തുടരുകയാണ്. ഏതായാലും ഷൊർണൂർ ശരി, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ പാലക്കാട് വാണിയംകുളത്ത് നിന്നും 6 ദിവസമായി കാണാതായ 3 അംഗ മലയാളി കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ തുടരുകയാണ്. ആ ദുരൂഹത ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ നിർണായകമാകുമെന്നാണ് അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.